ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഞങ്ങളുടെ സ്വർഗത്തിലെ ക്ഷണിക്കപ്പെട്ട അതിഥികളാണ് കേട്ടോ. ആദ്യമേ തന്നെ ഞാനൊരു ഡിസ്ക്ലൈമർ പറയാം. ഞങ്ങൾ 3 പേരല്ല കേട്ടോ ബെസ്റ്റ് ഫ്രണ്ട്സ്, ഞങ്ങൾ 5 പേരുണ്ട്. 2 പേർക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഈ ഫ്രെയിമിൽ ചിരിച്ചുകൊണ്ട് കയറി വരുന്നില്ലേ, അതിൽ ആ പച്ച കളർ ഡ്രസ് ഇട്ടതാണ് ഞാൻ. ഇത് 2 പേരും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. നേരത്തെ ഞാൻ വർക്ക് ചെയ്തിരുന്നത് അലയൻസിലായിരുന്നു. അവിടെ നിന്ന് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അസറ്റാണ് ഈ കൂട്ടുകാരെന്ന് പറയുന്നത്. അലയൻസിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ശരിക്കും ഞങ്ങളൊരു ഫാമിലി പോലെ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ആതിരയുടെ വീട്ടിലാണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്. ആതിരയുടെ വീട്ടിന്റെ പാല് കാച്ചിന് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. സോ ഞങ്ങൾ അവൾക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഫ്രെയിമിൽ നിങ്ങൾ കാണാത്ത 2 പേരും കൂടിയുണ്ട്, നിഷയും സബയും. അവർക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇനി എല്ലാവരും കൂടി ഒരു ദിവസം ഉള്ളപ്പോൾ ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടി ഇതുപോലെ ഒത്തുകൂടണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നേ. ഒരുപാട് വിശേഷങ്ങൾ ഉണ്ടായിരുന്നേ പറയാൻ വേണ്ടിയിട്ട്. കുറെ നേരം ഗോസിപ്പൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. കുറെ നേരം സംസാരിച്ചിരുന്നപ്പോഴത്തേക്കും ഞങ്ങൾ പറഞ്ഞു വീടൊക്കെ ഒന്ന് കാണാന്ന്. അങ്ങനെ വീടൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടിട്ട് ഞങ്ങൾ പിന്നെ നേരെ കിച്ചണിലോട്ട് പോയി. അപ്പോഴേക്കും ആദ്യം ഞങ്ങൾക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങളും ചേർന്നിട്ട് കുറച്ച് കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവളുടെ വീടും ഇന്റീരിയേഴ്സും ഒക്കെ ചെയ്ത് നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. ചോറൊക്കെ രാവിലെ തന്നെ അവൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ വന്നിട്ട് ഞങ്ങളും കുറച്ച് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ കൊണ്ടുവരുന്നത് പുളിശ്ശേരി, നമ്മുടെ രുക്കുവിന്റെ സ്പെഷ്യലാണ്. നമ്മുടെ രുക്കുവിനെ നമ്മൾ രുക്കു എന്നാണ് വിളിക്കുന്നത്. രുക്കു കൊണ്ടുവരുന്നത് ഞാൻ ഉണ്ടാക്കിയതായിരുന്നേ. അപ്പോൾ മീനൊക്കെ കട്ട് ചെയ്ത് തന്നത് ആതിരയാണ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ എല്ലാവരും ഓരോ കറികൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പരസ്പരം സംസാരിച്ചു. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ. കറിയൊക്കെ ഉണ്ടാക്കി. ഇതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ കൊച്ചിലേ തന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോവാം, നമ്മൾ ഒരു ദിവസം സ്പെൻഡ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആയിരുന്നു ഇതൊക്കെ. അപ്പോഴേക്കും ആതിര ഫിഷൊക്കെ കട്ട് ചെയ്ത് അവൾ കുറേ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. തോരനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. ഇതിനിടയ്ക്ക് നിഷേനെയും സബേനെയും ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അവരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടി കളറായനെ. ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല കൊടമ്പുളിയിട്ട് വറ്റിച്ച മീൻകറിയും നല്ല തോരനും നല്ല പുളിശ്ശേരിയും നല്ല തേങ്ങ ഇട്ട് വറുത്ത മീൻ പൊരിച്ചതും അങ്ങനെ എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു അടിപൊളി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നേ. കുറേ നാളായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നതാണ് ഇങ്ങനെ ഒന്ന് കൂടണം എന്നുള്ളത്. പക്ഷേ സത്യം പറഞ്ഞാൽ പ്ലാൻ ചെയ്തതൊന്നും ഒരിക്കലും നടക്കാറില്ല. ഏറ്റവും അവസാനം ഇത് പെട്ടെന്ന് തീരുമാനിച്ചതാണേ. അപ്പം ആദ്യം രുക്കു പോകാമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം ഞാൻ രുക്കുവിനോട് വിളിച്ചിട്ട് പറഞ്ഞു, രുക്കു എന്നാൽ പിന്നെ ഞാനും കൂടി വരും, ഞാനും അന്ന് ഫ്രീ ആണെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്തുകൊണ്ടാണ് നമ്മുടെ സഭയ്ക്കും നിശയ്ക്കും നമ്മുടെ കൂടെ വരാൻ പറ്റാണ്ടിരുന്നത്. സോ അവരെല്ലാവരുമായിട്ട് പ്ലാൻ ചെയ്ത് ഇനിയും ഒരു ദിവസം ഇതുപോലെ വന്ന് അടിച്ചു പൊളിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഇതിനിടയ്ക്ക് പറ്റുന്ന പോലെയൊക്കെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളേ. സത്യം പറഞ്ഞാൽ ഇവരുടെ ഈ ഒരു ഗ്യാങ്ങിനെ വിട്ടിട്ട് എനിക്ക് വേറൊരു കമ്പനി പോകുന്ന ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ നമുക്ക് നൈറ്റ് ഷിഫ്റ്റ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വേറൊരു കമ്പനിയിലോട്ട് മാറിയത്. സത്യം പറഞ്ഞാൽ നമ്മൾ കുറേ നാൾ കാണാതെയൊക്കെ ഇരിക്കുമ്പോൾ അങ്ങ് ഫ്രണ്ട്ഷിപ്പൊക്കെ അങ്ങ് പോകുന്നതല്ലേ. എന്നാൽ ഇവരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അന്ന് എങ്ങനെ ഉണ്ടായിരുന്നോ അതിൻ്റെ 10 മടങ്ങ് കൂടിയതല്ലാതെ കുറഞ്ഞിട്ടില്ല കേട്ടോ. ഇവരുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ പിന്നെയുള്ള വൈബ് സൂപ്പറാട്ടോ. അപ്പോൾ ഇനിയും ഞാൻ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. പക്ഷെ അന്ന് ഞങ്ങൾ 3 പേരല്ല, ഞങ്ങൾ 5 പേരുണ്ടാവും കേട്ടോ. ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യണേ.